കേരളത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള കലഹം LDFിൽ അതിരൂക്ഷമാവുകയാണ്. നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ CPMഉം CPIയും തുടരുന്നു. പ്രശ്നപരിഹാരത്തിന് ഇന്ന് CPM CPI സെക്രട്ടറിമാർ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച ഒരു തീരുമാനവുമാകാതെ അലസിപ്പിരിയുകയാണുണ്ടായത്. ഇതുവരെ നിയമസഭാ കക്ഷിയോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നും പദവി നൽകാനാകില്ല എന്നും ആവർത്തിക്കുകയാണ് CPM ചെയ്യുന്നത്. അതേസമയം വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ CPIയും തുടരുന്നു. ഏതാണ്ട് ഈ പ്രശ്നം ഇപ്പോൾ പുറമേക്ക് വളരെ പ്രകടമായി തന്നെ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ പ്രതിസന്ധി ഈ മുന്നണി മറികടക്കും എന്നതാണ് നമ്മൾ നോക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി കിട്ടിയേ തീരൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ആദ്യം വ്യക്തമാക്കിയത്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് അദ്ദേഹം പരസ്യമായി ഇത് പറയുന്നത്. ഇക്കാര്യത്തിൽ CPMന് വഴങ്ങരുതെന്ന കർശന സമ്മർദ്ദം പാർട്ടിയിൽ നിന്ന് ബിനോയ് വിശ്വത്തിനുണ്ട്. സെക്രട്ടറി തല ചർച്ചയ്ക്ക് AKG സെന്ററിൽ എത്തിയിരുന്നു ഇന്ന് ബിനോയ് വിശ്വം. അവിടെ നിന്ന് അദ്ദേഹം മടങ്ങുമ്പോൾ പക്ഷേ കാര്യങ്ങൾ അത്ര പന്തിയല്ല. മുന്നണിയുടെ ഐക്യത്തിന് CPI നൽകുന്ന പ്രാധാന്യം CPMഉം നൽകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇന്ന് AKG സെന്ററിൽ നിന്ന് മടങ്ങിയത്. യഥാർത്ഥത്തിൽ ചർച്ച പരാജയപ്പെട്ടെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സമ്മതിക്കുന്നത് പോലെയായിരുന്നു അത്. LDFിൽ CPI കൊടുക്കുന്ന പ്രാധാന്യം CPMഉം കൊടുക്കണം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മുന്നണിയുടെ മുന്നോട്ടുള്ള നല്ല നീക്കത്തിന് CPI ഒപ്പമുണ്ട്. CPMഉം ആ നിലപാട് സ്വീകരിക്കണമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. എന്തുകൊണ്ട് പദവി നൽകില്ലെന്ന് CPM പറയട്ടെ എന്നും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മുന്നണിയാണത്, ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ CPIക്ക് പറ്റും, CPMനും പറ്റേണ്ടതാണ്. അപ്പോ CPIക്ക് അത് പറ്റും, അത് CPMനും പറ്റേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ അതൃപ്തിയും ആ ചുരുക്കം ചില വാക്കുകളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരു പദവിക്ക് വേണ്ടി CPMഉം CPIയും ശാഠ്യം പിടിക്കുന്നതാണ് ഈ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് CPM CPI സെക്രട്ടറിമാർ നടത്തിയ ചർച്ച അലസിപ്പിരിയുന്ന ഒരു ഘട്ടം വരെ അത് എത്തി നിൽക്കുകയാണ്. CPI ആവശ്യപ്പെടുന്ന പദവി നൽകാനാകില്ല എന്ന് CPM ഇന്നത്തെ യോഗത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇതുവരെ LDF നിയമസഭാ കക്ഷി യോഗം ചേരാനായിട്ടില്ല എന്നും അതിനാൽ പിന്നോട്ട് പോകേണ്ട എന്നതുമാണ് CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. നമ്മൾ നിയമസഭയിലെ അംഗബലത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നിയമസഭയിൽ LDFന് ഇത്തവണ ആകെ 35 MLAമാരാണ് ഉള്ളത്. CPMന് 26, CPIക്ക് 8, RJDക്ക് 1. സമീപകാലത്തെ ഏറ്റവും ശുഷ്കമായ പ്രതിപക്ഷ നിരയാണ് ഇത്തവണത്തേത്. ഇടതുമുന്നണിയിൽ CPIക്ക് മാന്യമായ പദവി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. K. രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്നും ഇതിൽ വ്യക്തതയില്ലാതെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കരുതും എന്നുമാണ് CPIയുടെ നിലപാട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് തൊട്ടു പിന്നാലെ CPI ഉന്നയിക്കുന്ന ആവശ്യം CPM കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല. പദവി കിട്ടിയില്ലെങ്കിൽ വിഷമകരമായ തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് CPI നേതൃത്വം നിലപാടെടുക്കുമ്പോഴാണ് CPM ഈ കടുംപിടുത്തം തുടരുന്നത്. LDFനകത്ത് ആവശ്യപ്പെടേണ്ട കാര്യം ബിനോയ് വിശ്വം പരസ്യമായി പറഞ്ഞതിനെ നേരത്തെ LDF കൺവീനർ തന്നെ തള്ളി പറഞ്ഞിരുന്നു. വലിയ അമർഷം ഈ തുറന്നു പറച്ചിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ അവകാശവാദം ഉന്നയിച്ചതിൽ ആ CPIയുടെ ആ നടപടിയിൽ CPMനുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ വേണ്ട എന്നൊരു നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി ഉണ്ടായതിനു ശേഷം LDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ ആ പദവി വഹിച്ചിരുന്നത് CPM ആയിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പദവി CPIക്ക് നൽകില്ല എന്ന് CPM തീരുമാനിച്ചത്. ഇതിന്റെ സൂചന CPM സംസ്ഥാന സെക്രട്ടറി നൽകുകയും ചെയ്തു കഴിഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPM വെക്കുന്നതാണ് കീഴ്വഴക്കമെന്നും CPIയുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. CPI ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതയോ കക്ഷിയോഗമൊക്കെ ചേരാൻ പറ്റും. LDF എന്ന രീതിയിൽ ഞങ്ങൾ യോജിച്ച് മുന്നോട്ടേക്ക് പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കീഴ്വഴക്കങ്ങൾ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇതേവരെ CPIM ആണ് എടുത്തുകൊണ്ടിരുന്നത്. അത് വന്ന ഉടനെ അത് വരാൻ തുടങ്ങി, അതായത് ആ പോസ്റ്റ് വന്നത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് CPIM ആണ് പ്രതിപക്ഷ നേതാവും ഉപനേതാവും എന്ന രീതിയിൽ. മുമ്പ് വി എസ് അച്യുതാനന്ദൻ
പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് നേരത്തെ പറഞ്ഞ കീഴ്വഴക്കാണ്. ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോവുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി CPIയുടെ അവകാശവാദം തള്ളുകയാണ് യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ ആ വാർത്താസമ്മേളനത്തിൽ ചെയ്തിരിക്കുന്നത്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാകും എന്നൊരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഇന്ന് നടന്ന അനുനയ ശ്രമം അല്ലെങ്കിൽ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്, അലസിപ്പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ CPI അത്ര പെട്ടെന്ന് അയയുന്ന ഒരു സമീപനമല്ല ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. KN ബാലഗോപാലാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിലെ രണ്ടാമനായിരിക്കുന്നത്. നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയം കഴിഞ്ഞ 2 ദിവസമായി അവതരിപ്പിക്കുന്നത്, ആദ്യത്തെ ദിവസം അവതരിപ്പിച്ചത് ബാലഗോപാലാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത കാര്യം പോലും CPIയോട് ചർച്ച ചെയ്തിരുന്നില്ല. ഈ അടിയന്തര പ്രമേയത്തിന്റെ വിഷയമൊക്കെ തീരുമാനിക്കുന്നത് അനൌദ്യോഗിക ചർച്ചകളിലൂടെയാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഇത്ര ദിവസമായിട്ടും LDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടില്ല എന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ വേണ്ടിവരുന്നത്. അപ്പോൾ അനൌദ്യോഗിക ആശയവിനിമയം നടത്തിയാണ് ഇപ്പോൾ സഭയിലെ കാര്യങ്ങൾ പോലും തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മുമ്പെങ്കിലും യോഗം ചേരണമെങ്കിൽ ഇതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. PM ശ്രീ അടക്കം നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ വിഷയമാണ്. ആ വിഷയത്തിലടക്കം CPI ഉന്നയിച്ച ആവശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതൊരു വലിയ വിവാദമായി മാറിയിരുന്നു. അന്ന് CPIയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ CPMന് പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ അന്ന് CPIക്കായിരുന്നു. അന്ന് മുതലേ CPM-CPI ബന്ധം അത്ര സുഖകര അല്ല. അപ്പോൾ കനത്ത തോൽവി ഉണ്ടായതിനു ശേഷം ഇത്തരം ആവശ്യങ്ങളൊന്നും ഇനി പരിഗണിക്കേണ്ട എന്നൊരു നിലപാടാണ് CPMനുള്ളത്. ഇനി അങ്ങനെ വലിയ വിലപേശൽ വേണ്ട എന്നതാണ് വലിയേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത് മനസ്സിലാകുന്നു. എന്തായാലും ഈ പ്രതിസന്ധി വലിയ രീതിയിൽ മൂർച്ഛിച്ചിരിക്കുന്നു. കടുത്ത സമ്മർദ്ദമാണ് ഈ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് ബിനോയ് വിശ്വത്തിന് ഉള്ളത്. CPIയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 നിലപാടുണ്ട്. കടുത്ത നിലപാടുള്ളവരും പരിഹരിച്ച് മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന നിലപാടുള്ളവരുമുണ്ട്. എന്തായാലും ആവശ്യം പരസ്യമായി പറഞ്ഞതിനാൽ ഇനി പിന്മാറുക എന്നത് CPIയെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ CPIയിൽ നിന്ന് ഉയരുന്നുണ്ട്. അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പദവി വിട്ടു നൽകില്ലെന്ന് CPM പരസ്യമായി സൂചിപ്പിച്ചതോടെ CPIക്ക് ഇനി എത്ര ദിവസം ഈ പിടിവാശി തുടരാനാകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനപ്പുറം കടുത്ത നടപടികളിലേക്ക് പോകുമോ, മുന്നണി വിടുന്നതുൾപ്പെടെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ ഈ സാഹചര്യം കൊണ്ടു ചെന്നെത്തിക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്നതാണ്. എന്തായാലും ഇപ്പോൾ CPMനെ സംബന്ധിച്ച് പരിഹരിച്ച് പോകാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.